ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദിനെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ട പരാതി. പ്രധാനമന്ത്രിക്കും ഗവർണർക്കും VSSC ഡയറക്ടർക്കുമാണ് പരാതി. പ്രമോദിന്റേത് CCS ചട്ടങ്ങളുടെ ലംഘനമെന്നും നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നു. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ പേരിൽ രാജേന്ദ്ര പ്രസാദാണ് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. പ്രശാന്ത്, CCS ചട്ടങ്ങളുടെ ലംഘനം എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പരാതിയിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാതിക്കാരൻ. വീണ, തീർച്ചയായും സർവീസ് ചട്ടങ്ങൾ, CCS സർവീസ് ചട്ടങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഈ GR പ്രമോദ് എന്ന് പറയുന്നത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നുവെന്ന് കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഗവർണർക്ക്, അതോടൊപ്പം തന്നെ VSSC ഡയറക്ടർക്കും പ്രധാനമന്ത്രിക്കും അടക്കമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട യാതൊരുവിധ നടപടികളും യാതൊരുവിധ സമീപനങ്ങളും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടുന്നു. അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ കേന്ദ്ര സർക്കാരിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരായി നടക്കുന്ന പരാമർശങ്ങൾ, അത് വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ, അതിലെല്ലാം ഒരു നിഷ്കർഷത പാലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നിരവധി സർവീസ് ചട്ടങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ ചട്ടങ്ങളുടെ എല്ലാം ലംഘനമാണ് നടത്തിയത്. ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഭാരതാംബയ്ക്കെതിരെയും, അതായത് ദേശീയതയ്ക്കും ദേശീയ ബിംബങ്ങൾക്കെതിരായും ഒക്കെ ഉള്ള പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തി, വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ ഇദ്ദേഹം ഈ ചട്ടങ്ങളുടെ എല്ലാം ലംഘനം നടത്തി. അതിനെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ നടപടി ആവശ്യമുണ്ട്. വകുപ്പ് തല നടപടികളടക്കം സ്വീകരിക്കണം, അല്ലെങ്കിൽ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഗവർണർക്കും അതോടൊപ്പം തന്നെ VSSC ഡയറക്ടർക്കും പരാതി നൽകി. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം ഈ പ്രമോദ് എന്ന് പറയുന്ന ഒരു ഇടത് സംഘടനാ നേതാവ് കൂടിയാണ്. ഇടത് സർവീസ് സംഘടനയുടെ ഒരു നേതാവാണ്. മാത്രമല്ല VSSCയിലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്. ആ മാന്യതകളൊന്നും ഈ GR പ്രമോദിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. നിരന്തരം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിൽ ഉള്ള സമീപനങ്ങളൊക്കെ ഉണ്ടായി. ഇതെല്ലാം അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഈ മെയിലിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ 3 പേർക്കും, അതായത് പ്രധാനമന്ത്രിക്കും ഗവർണർക്കും VSSC ഡയറക്ടർക്കും ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത്. ഇത് ഈ ചട്ടങ്ങളുടെ എല്ലാം ലംഘനമാണ്. അതുകൊണ്ട് തന്നെ കർശനമായും നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പരാതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് രാജേന്ദ്ര പ്രസാദ് എന്നാൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ GR പ്രമോദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഉള്ള പരാമർശം പോസ്റ്റായി വന്നതിന് പിന്നാലെയാണ് മുൻകാല പോസ്റ്റുകളും ചർച്ചയായത്. ഭാരതാംബയെ നിശിതമായി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഉള്ള അധിക്ഷേപമാണ് ഭാരതാംബയ്ക്കെതിരെ ഈ പ്രമോദ് നടത്തിയത്. അതിന് തന്നെ ആ പോസ്റ്റിന് താഴെ തന്നെ അദ്ദേഹത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരെത്തി, താങ്കൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ, താങ്കൾക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ, ചട്ടവിരുദ്ധമായ സമീപനമല്ലേ താങ്കൾ ഈ പോസ്റ്റിലൂടെ ചെയ്യുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെയും അതിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഈ എഴുതിയതിൽ ക്ഷമ പറയുവാനോ പ്രമോദ് തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് നമ്മൾ മുൻകാല പോസ്റ്റുകളും പ്രമോദിൻ്റെ മുൻകാല പോസ്റ്റുകളും പിന്നീട് വാർത്തയാക്കിയത്. ആ മുൻകാല പോസ്റ്റുകളിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അടക്കം നിശിതമായി വിമർശിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കടുത്ത ഇടത് സംഘടനാ നേതാവാണെന്നും ഇടത് പക്ഷ അനുഭാവിയാണെന്നും എല്ലാം മനസ്സിലാക്കും. അത്തരത്തിലുള്ള പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ഈ കർഷക സമരങ്ങളടക്കം ഉണ്ടായിരുന്ന സമയത്ത് എഴുതിയ പോസ്റ്റുകൾ, അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നടന്ന സംഭവങ്ങളിലെല്ലാം നിരന്തരം ഇദ്ദേഹം പോസ്റ്റുകൾ എഴുതുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് VSSCയിലെ ഉദ്യോഗസ്ഥന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അവിടെ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു
കീപാഡ് ഫോൺ മാത്രം അവിടുത്തെ വ്യവഹാരങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം എന്നും അറിയുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം മുഖ്യമന്ത്രി ഏതൊരു പോസ്റ്റ് ഇടുന്നോ അല്ലെങ്കിൽ CPM നേതാക്കൾ ഏതൊരു പോസ്റ്റ് ഇടുന്നോ ആ പോസ്റ്റ് അവരുടെ പേജിൽ വന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം അതിൽ ഒരു പരാമർശം എഴുതുകയും അല്ലെങ്കിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ഈ പ്രമോദ് ചെയ്യുന്നു എന്നും പരാതി പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക ചട്ടത്തിൽ അവിടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഈ പോസ്റ്റുകൾ എഴുതുകയും അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നൊരു ആരോപണവും വരുന്നുണ്ട്. എന്തായാലും ഈ നടപടികളെല്ലാം സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി വേണം ഈ ഉദ്യോഗസ്ഥനെതിരെ. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കണം. ഇതൊരു മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകത്തക്കവണ്ണമുള്ളൊരു നടപടിയിലേക്ക് കടക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും ഇത്തരം സമീപനങ്ങൾ വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട മാന്യത ഇവിടെ GR പ്രമോദിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതിവൈരാഗ്യത്തിൻ്റെ പുറത്ത്, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഈ വിമർശനങ്ങളെല്ലാം നടത്തുന്നതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം പരാമർശങ്ങൾക്ക് നടപടിയെടുത്തില്ലെങ്കിൽ പിന്നീട് അത് കൂടുതൽ പരാമർശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി GR പ്രമോദിൻ്റെ കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇപ്പോൾ നമ്മുടെ ജനം TV-യാണ് ഈ ഭാരതമാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്തയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല പോസ്റ്റുകളുമെല്ലാം വാർത്തയാക്കിയത്. ഈ വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രധാനമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഈ ജനം TV-യുടെ വാർത്തകൾ കൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ടുകളെല്ലാം എടുത്തുകൊണ്ടാണ് വാർത്ത നൽകിയത്. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ്, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. CCS റൂൾ, ആ റൂളിനെ അദ്ദേഹം വയലേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ആ റൂളിനെ വില കൽപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും പറയുന്നു. ഇദ്ദേഹം ഇടത് സംഘടനയുടെ നേതാവെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇടത് സംഘടനാ നേതാവ് മാത്രമല്ല വലിയ ഈ നേതാക്കളുമായിട്ടെല്ലാം, അതായത് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുമായിട്ടെല്ലാം വലിയ ബന്ധമുള്ള ആളാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത ബന്ധമുള്ള ആൾ ആ സ്വാധീനത്തിൻ്റെ പുറത്താണ് ഈ VSSCയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയും ഈ നിരന്തരം വിമർശിക്കുന്നൊരു സാഹചര്യവും നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എഴുതുകയും ചെയ്യുന്നത്. ഈ റൂളിൽ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത്, അതായത് ഈ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നതിനടക്കം കർശനമായ നിയന്ത്രണമുണ്ട്. എന്തൊക്കെ പറയണം, എന്തൊക്കെ എഴുതണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കുന്നതിനും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനും അടക്കം കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലയിലാണ് പ്രമോദിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള ഗുരുതര വീഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കർശനമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരിക്കുന്നത്. വീണ. ശരി ജിജീഷ്.